കോട്ടയം ഞീഴൂരിൽ ഒരു മാസം മുൻപ് നവീകരണം നടത്തിയ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഗ്ലാസ് ഭാഗം ഇളകി വീണു. 25 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച ഹാൾ ഉദ്ഘാടനം നടത്തിയത് ആഗസ്റ്റ് 16-ന്. മോൻസ് ജോസഫ് MLA അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഹാളിന്റെ നവീകരണം നടത്തിയത്. നിർമ്മാണത്തിൽ അപാകതയെന്ന് BJP ആരോപണം ഉന്നയിച്ചു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ. ഞിഴൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ തന്നെ മുൻവശത്തെ മറ്റൊരു ഭാഗം കൂടി വീണു പോയിരുന്നു. ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നതാണ്. കാരണം 3 മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്, ഓഗസ്റ്റ് 16-നാണ് ഈ ഹാളിന്റെ നവീകരണം നടത്തി ഉദ്ഘാടനം ചെയ്തത്. അതിൽ 25 ലക്ഷം രൂപ മോൻസ് ജോസഫ് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ടായിരുന്നു അത് നിർമ്മാണം നടത്തിയിരുന്നത്. ഈ കെട്ടിടത്തിന്റെ ഗ്ലാസ് ഭിത്തി ഭാഗമാണ് തകർന്നു വീണത്. അവിടെ താഴെ ഉണ്ടായിരുന്ന കടകളുടെ പരസ്യ ബോർഡുകളെല്ലാം തന്നെ ഇവിടെയാണ് സ്ഥാപിച്ചിരുന്നത് എന്നാണ്. ഈ തകർന്നു വീണ ഭാഗത്താണ് സ്ഥാപിച്ചിരുന്നതും അത്തരത്തിൽ വെയിറ്റ് കൊണ്ടാകാം താഴെ വീണതും എന്നെല്ലാം ഉയർന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുണ്ടായ 3 മാസത്തിനകം ഓഗസ്റ്റ് മാസത്തിൽ നടന്ന പൂർത്തിയാക്കിയ സംഭവം തകർന്നു വീണ സംഭവത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് അടക്കം ഇക്കാര്യത്തിൽ ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കൃത്യമായിട്ടുള്ള നിർമ്മാണത്തിലടക്കം അപാകതയുണ്ടെന്നും CPM-ഉം അതുപോലെ തന്നെ BJP-യും ഇതിനോടൊപ്പം തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ശരി, മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.